ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൽറാജി ബാങ്കിൽ നിന്നും URPay വാലറ്റിലേക്ക് എങ്ങനെയാണ് മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അൽറാജി ബാങ്കിൽ എങ്ങനെ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അൽറാജി ബാങ്കിൽ നിന്നും URPay വാലറ്റിലേക്ക് എങ്ങനെ മണി സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അൽറാജി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. ഫിംഗർ പ്രിൻറ്റോ ഫേസ് ഐഡിയോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൽറാജി ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യാനാണ് പോകുന്നത്, അതായത് ലോക്കൽ ബാങ്കിലേക്കാണ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. URPay വാലറ്റിലേക്കാണ് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിനായി ഏറ്റവും താഴെ കാണുന്ന ട്രാൻസ്ഫർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആദ്യം കാണുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മുകളിലായിട്ട് കാണാൻ സാധിക്കും മൈ അക്കൗണ്ട് അൽറാജി, അതുപോലെ ലോക്കൽ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ, അതുപോലെ തന്നെ URPay, അൽറാജി ക്യാപിറ്റൽ. നമ്മൾ URPayയിലേക്കാണ് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിനായി URPay എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത ബെനിഫിഷ്യറിയൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചും അതുപോലെ IBAN നമ്പർ ഉപയോഗിച്ചും നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാം. ഞാനിവിടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എങ്ങനെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനായി മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അതിന് തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ URPayയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിക്ക് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും. അതിനുശേഷം താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അൽറാജി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. അത് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ബെനിഫിഷ്യറി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബെനിഫിഷ്യറി ഈ രീതിയിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ബെനിഫിഷ്യറിയാണോ മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഒരു ബെനിഫിഷ്യറി സെലക്ട് ചെയ്യുക. അതിനുശേഷം എത്ര എമൗണ്ടാണ് അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 107.50 സൗദി റിയാലാണ് ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അതിനായി 107.50 എന്നുള്ളത് ടൈപ്പ് ചെയ്തു. അതിന് തൊട്ട് താഴെ കാണുന്ന പർപ്പസ് സെലക്ട് ചെയ്യണം. നിങ്ങൾ എന്താവശ്യത്തിനാണ് പണം അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു പർപ്പസാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്വന്തം ആവശ്യമാണോ അതോ ഫാമിലി മെയിൻ്റനൻസ് ആണോ എന്താണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സേവിങ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മോർ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാഗ് ഓപ്ഷനിലാണ്, റിമാർക്സ് എന്നുള്ളതും ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഞാനിവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെ ഒറ്റ പേജിലായി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അൽറാജിയിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക വെരിഫിക്കേഷൻ കോഡ് വരും. നിങ്ങൾക്ക് ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ മണി സെൻഡ് ചെയ്ത് കഴിഞ്ഞു. മണി URPay വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഗോ ടു ഡാഷ്ബോർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മണി ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കാണാൻ സാധിക്കും. അതിനായി അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് URPay വാലറ്റിലേക്ക് ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിലേക്കും ലോക്കൽ ബാങ്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതും ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെയും വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.